ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം ഉണ്ടായൊരു ദിവസമാണ്. ഇന്നും നമുക്കൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകാനുണ്ട്. യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്നത് കണ്ടാൽ വിചാരിക്കും കോളേജിലോട്ടാണെന്ന്. പക്ഷേ ഇന്ന് കോളേജിലോട്ടല്ല. 3 ആഴ്ചയായിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഇൻറ്റേൺഷിപ്പിന് സിവിലാണ് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നാണ് ഞങ്ങളെ ലാസ്റ്റ് ഡേ ഓഫ് ട്രെയിനിങ്. സിവിലിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് ഞങ്ങൾക്ക് ട്രെയിനിങ്. ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും കുത്തിരിക്കാറുള്ളത്. ഞങ്ങളെ വർക്കാണ് X1. ഇത് തീർത്ത് 3ാമത്തെ ബുക്കാണ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വർക്കിരുന്ന അനീച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേര് ചേർന്ന് പ്രിപ്പയർ ചെയ്ത ഒരു ചെറിയ ഹാമ്പറാണ്. ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആളൊന്നും ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടായില്ല. അനീച്ചിക്ക് എവിടെ പോകാനുള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ചേർന്നിട്ടാണ് ആ ഹാമ്പർ ഏച്ചിൻ്റെ ടേബിളിൽ കൊണ്ടുവച്ചത്. മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഗിഫ്റ്റാണ് ഞങ്ങൾ കൊണ്ടുവെക്കുന്നതെന്ന് ഞങ്ങൾക്ക് അപ്പം പോലും മനസ്സിലായിരുന്നില്ല. ഗിഫ്റ്റ് ചെറുതാണെന്ന് പറഞ്ഞപ്പോൾ ഏച്ചി തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഗിഫ്റ്റിൻ്റെ വലുപ്പത്തിലല്ല, അത് തരാനുള്ള മനസ്സിൻ്റെ വലുപ്പത്തിലാണ് കാര്യമെന്ന്. ഇതുപോലെയാണ് പലരുടെയും മനസ്സ്. ഒരുപാട് വലിയ സമ്മാനങ്ങളൊന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ചെറിയ സമ്മാനത്തിൽ ഒരുപാട് സന്തോഷം അവർക്കുണ്ടാവും. സാറ്റർഡേ ഈ ഗിഫ്റ്റ് വെച്ച് പോകുമ്പോൾ ഒരിക്കലും മൺഡേ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചേ ഉണ്ടായില്ല. കണ്ണുകളെല്ലാം നിറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയെന്ന് ഏച്ചി ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തിരിച്ചു വരാൻ നേരത്ത് ഏച്ചിയുടെ വക ഞങ്ങൾക്കും ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും വിചാരിക്കാത്ത, ഏച്ചി ഒരിക്കലും തരുമെന്ന് പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഞങ്ങൾക്ക് 2ആൾക്കും 2 പൊതിക്കെട്ടുകൾ. ഫസ്റ്റ് ടൈമാണ് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം. മനസ്സ് നിറയെ ഒരുപാട് സ്നേഹത്തോടെ ഈ വർഷത്തെ ഇൻറ്റേൺഷിപ്പിനും ഒരു വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പടിയിറങ്ങി.